കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സാഹിത്യകാരൻ എം.ടി. വാസുദേവൻ നായരുടെ നില ഗുരുതരമായി തുടരുന്നു. നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് അദ്ദേഹം. മരുന്നുകളോട് എം.ടി. പ്രതികരിക്കുന്നതായി ഡോക്ടർമാർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ആരോഗ്യവിവരം സംബന്ധിച്ച മെഡിക്കൽ ബുള്ളറ്റിൻ 10 മണിക്ക് ഇറങ്ങും. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, എം.ടിയുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണോ? ആരോഗ്യവിവരം സംബന്ധിച്ച മെഡിക്കൽ ബുള്ളറ്റിൻ 10 മണിയാകും അറിയാൻ. വിവരങ്ങൾ എങ്ങനെയാണ്? വൃന്ദ, എം.ടിയുടെ ആരോഗ്യനിലയിൽ ഇനിയും ഏറെ മെച്ചപ്പെടേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഹൃദയാരോഗ്യം. മരുന്നുകളുടെ നേരിയ നിലയിൽ മാത്രമാണ് അദ്ദേഹം പ്രതികരിച്ചു തുടങ്ങിയിട്ടുള്ളത്. ഈ കൈകാലുകളുടെ ചലനങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് പ്രതീക്ഷ പകരുന്ന ഒരു കാര്യമാണ്. നേരത്തെയും എം.ടി വർഷങ്ങൾക്ക് മുൻപ്, പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഇങ്ങനെ ഉണ്ടായ സമയത്ത് പോലും അദ്ദേഹം ഇത്തരത്തിൽ ഒരു ക്രിട്ടിക്കലായ ഒരു അവസ്ഥയിൽ നിന്നും, വളരെ അതീവ ഗുരുതരമായ അവസ്ഥയിൽ നിന്നും തിരിച്ചു വന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അങ്ങനെ മലയാളികളുടെ പ്രിയപ്പെട്ട എം.ടി തിരിച്ചു വരുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ വേണ്ടി വൈദ്യശാസ്ത്ര രംഗം, പ്രത്യേകിച്ച് ഡോക്ടർ രഘുറാമിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം, മെഡിക്കൽ വിദഗ്ധർ എല്ലാം തന്നെ തീവ്ര പരിശ്രമമാണ് നടത്തുന്നത്. ഇപ്പോഴും അദ്ദേഹം തീവ്ര പരിചരണ വിഭാഗത്തിൽ തന്നെ ഗുരുതരാവസ്ഥയിൽ തന്നെ കഴിയുകയാണ്. ഇത് സംബന്ധിച്ച പുതിയ മെഡിക്കൽ സംഘത്തിൻ്റെ വിശദാംശങ്ങൾ രാവിലെ 10 മണിയോടുകൂടിയാണ് അവർ പുറത്തുവിടുക. അതിൽ കൂടുതൽ കാര്യങ്ങൾ അതിൽ ഉണ്ടാകും. ആരോഗ്യവസ്ഥ സംബന്ധിച്ച നിലവിലെ സാഹചര്യം സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ അതിൽ കൂടുതൽ വ്യക്തത നമുക്ക് ലഭിക്കും. എങ്കിൽ കൂടിയും എം.ടിയുടെ ആരോഗ്യത്തിന് വേണ്ടി കേരളം ഒന്നടങ്കം പ്രാർത്ഥിക്കുന്നു. നിരവധി പേരാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി എം.ടിയെ കാണാനായി ആശുപത്രിയിലെത്തിയത്. എം.ടി ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിട്ട് ഇന്നേക്ക് ഒരാഴ്ച തികയുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് 15-ന് രാവിലെയാണ് അദ്ദേഹത്തെ ശ്വാസതടസ്സത്തെ തുടർന്ന് കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതിനുശേഷം അദ്ദേഹത്തിന് 3 ദിവസം മുൻപാണ് ഹൃദയസ്തംഭനമുണ്ടായത്. അതോടുകൂടിയായിരുന്നു നില അതീവ ഗുരുതരമാകുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. എന്നാൽ അതിൽ നിന്നെല്ലാം മാറി ഇന്നലെ രാവിലെയോടുകൂടി അദ്ദേഹം അതീവ ഗുരുതര അവസ്ഥ എന്നത് മാറി ഗുരുതര നില എന്നതിലേക്ക് പരിമിതപ്പെട്ടിട്ടുണ്ട്. ഒപ്പം മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാം തന്നെ പ്രതീക്ഷകൾ പകരുന്നുമുണ്ട്. വൃന്ദ, റിയാസ്, കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി ആളുകൾ അവിടെ എം.ടിയെ കാണാൻ നേരിട്ടെത്തുകയും വിളിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലേ? തീർച്ചയായും. പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസ്, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കൂടാതെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ എം.ടിയുടെ മകൾ അശ്വതിയുമായി ഫോണിൽ സംസാരിച്ച് എം.ടിയുടെ ആരോഗ്യ വിവരങ്ങൾ തിരക്കിയിരുന്നു. ഒപ്പം മന്ത്രിമാരെല്ലാം തന്നെ നിരന്തരം എം.ടിയുടെ കുടുംബവുമായി സംസാരിക്കുന്നുണ്ട്. ചില മന്ത്രിമാർ, മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ, ചിഞ്ചുറാണി പോലുള്ള മന്ത്രിമാരെല്ലാം തന്നെ എത്തിയിരുന്നു. സാംസ്കാരിക രംഗത്തുള്ള ആളുകൾ, MP അബ്ദുസമദ് സമദാനി MP പോലുള്ള, MN കാരശ്ശേരിയെ പോലുള്ള ആളുകൾ എല്ലാം തന്നെ അദ്ദേഹത്തെ കാണാനെത്തിയിരുന്നു. സംവിധായകൻ ഹരിഹരനൊക്കെ, അദ്ദേഹവുമായി ആത്മബന്ധം പുലർത്തുന്ന ആളുകളെല്ലാം തന്നെ എത്തിയിരുന്നു. ഇന്നലെ അദ്ദേഹത്തിൻ്റെ ആത്മസുഹൃത്തുക്കൾ എന്ന് പറയുന്നത്, എം.ടിയുടെ സന്തത സഹചാരികൾ എന്ന് പറയുന്നത്, ഒന്ന് NE സുധീറാണ്, സാമൂഹ്യ വിമർശകനായിട്ടുള്ള NE സുധീറാണ്. മറ്റൊന്ന് പൊന്നാനി MLAയും ഒപ്പം തിരൂർ തുഞ്ചൻ പറമ്പിലുള്ള അതിൻ്റെ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയും ഒക്കെ ആയിട്ടുള്ള P നന്ദകുമാറാണ്. എം.ടിയാണ് അതിൻ്റെ ചെയർമാനെങ്കിൽ ഇതിൻ്റെ സെക്രട്ടറി P നന്ദകുമാറാണ്. വർഷങ്ങളായി ആ ഒരു ആത്മബന്ധം പുലർത്തുന്ന ആളുകളാണ്. ഇന്നലെ P നന്ദകുമാറുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നേരിയ ഒരു പുരോഗതി മാത്രമാണുള്ളത്, എങ്കിൽ കൂടിയും പ്രത്യാശയുണ്ട് എന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുന്നുണ്ട്. അല്പം മുൻപ് ഫേസ്ബുക്കിൽ എഴുത്തുകാരനായിട്ടുള്ള എഴുത്തുകാരൻ സേതു ഇട്ട ഒരു കുറിപ്പ് കാണാനിടയായി. അത് ഇപ്രകാരമാണ്: പതിറ്റാണ്ടുകൾക്ക് മുൻപ് കോഴിക്കോട് ഒരു ആശുപത്രി വളപ്പിൽ ഞാനും സംവിധായകൻ M ആസാദും കാവൽ നിന്നത് ഓർമ്മ വരുന്നു. കാര്യമായി ആരും ഉണ്ടായിരുന്നില്ല അവിടെ. കുഞ്ഞാണ്ടി, പുതുക്കുടി ബാലൻ, അങ്ങനെ ചില മുഖങ്ങൾ ഓർമ്മയുണ്ട്. 48 മണിക്കൂറുകൾ കഴിഞ്ഞ് എന്തെങ്കിലും പറയാനാവൂ എന്നാണ് ഡോക്ടർ CK രാമചന്ദ്രൻ പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞ് 48 വർഷത്തോളം അദ്ദേഹം മലയാളി മനസ്സിൽ നിറഞ്ഞു നിന്നു. അതുപോലെ ഒന്ന് എളുപ്പമല്ല എന്നറിയാം, പക്ഷേ അത്യാവശ്യം ആരോഗ്യത്തോടെ ഇതൊരു മോഹമാണ് എന്ന് പറയുമ്പോൾ പ്രത്യാശയുണ്ട്. പക്ഷേ അതിനും അപ്പുറം ചെയ്യേണ്ടത് വൈദ്യശാസ്ത്ര രംഗത്തുള്ള ഇടപെടലുകളാണ്. അതിൽ എത്രമാത്രം അത് കാര്യഗൗരവത്തോടു കൂടി ആ ഇടപെടൽ ഫലിക്കുമെന്നുള്ളതെല്ലാം കണ്ടറിയേണ്ട കാര്യമാണ്. അപ്പോഴും
പറയുന്നു. പ്രത്യാശിക്കാം നമുക്ക് MT തിരിച്ചു വരട്ടെ എന്നുള്ളത്, കരുത്തോട് തിരിച്ചു വരട്ടെ എന്നുള്ളത് നമുക്ക് പ്രത്യാശിക്കാം. വൃന്ദ. തീർച്ചയായും.